دمشق هنا فسطاط المسلمين من هنا يا قدس من هنا قادمون يا قدس. സിറിയയിലേക്ക് വിമത ഭീകരന്മാർ നുഴഞ്ഞു കയറിയപ്പോൾ തന്നെ അവർ ഹമാസിനും ഹിസ്ബുള്ളകൾക്കും ശേഷം ഇസ്രായേലിനുള്ള അടുത്ത ഇരയായിരിക്കുമെന്ന സൂചന ശക്തവും വ്യക്തവുമായിരുന്നു. ഇസ്രായേൽ ആകട്ടെ മുൻപ് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾക്ക് അപ്പുറത്ത് ശേഷിച്ച ബഫർ സോൺ കൂടി പിടിച്ചെടുത്ത് സിറിയൻ വിമതരുടെ അടുത്ത നീക്കങ്ങൾ തങ്ങൾക്കെതിരെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് കാത്തിരിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ ആ കാര്യങ്ങൾ അച്ചട്ടായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത്. അരനൂറ്റാണ്ടിലേറെയായി സിറിയയെ കയ്യിലിട്ട് അമ്മാനമാടിയ അസാദ് കുടുംബവാഴ്ചയ്ക്കെതിരെ ഹയാത്ത് തഹ്രീൻ അൽഷാം എന്ന തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയെ മുന്നിൽ നിർത്തി സിറിയൻ വിമതർ നടത്തിയ പ്രക്ഷോഭ മുന്നേറ്റങ്ങൾ വിജയിക്കുകയും സിറിയൻ സ്വേച്ഛാധിപതി ബാഷർ അൽ അസാദ് രാജ്യം വിട്ടു പോവുകയും ചെയ്തതിൻ്റെ ആഘോഷങ്ങൾ സിറിയയിൽ ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിൻ്റെ മൂർധന്യതയിൽ വിമത ഭീകരന്മാരുടെ നേതാവ് അബൂ ജുലാനിയുടെ അനുയായികൾ തങ്ങളുടെ അടുത്ത നീക്കം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയുമാണ്. ഭരണമാറ്റത്തിന് ശേഷവും സിറിയക്കാർ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന ഉത്കടമായി വാഞ്ചിക്കുന്ന ഹമാസ് ഭീകരന്മാർ അസാദ് ഭരണത്തെ അട്ടിമറിച്ചതിലൂടെ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അഭിലാഷങ്ങളാണ് നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന ആശംസകളുമായി സിറിയൻ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ ഹമാസ് ഭീകര സംഘത്തോട് കാത്തിരിക്കാൻ സിറിയൻ വിമതർ പറയുകയും ചെയ്തതോടെ മിഡിൽ ഈസ്റ്റിലെ ഭീകരന്മാർ ഒന്നിക്കുന്നത് ഇസ്രായേൽ എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതിനിടയിലാണ് സിറിയൻ വിമതർ ഇത് ദമാസ്കസ് ആണ്, ഇത് ഇസ്ലാമിൻ്റെ നാടാണ്, മുസ്ലിം കോട്ടയാണ്, ഇവിടെ നിന്ന് ജെറുസലേമിലേക്ക് ഞങ്ങൾ വരുന്നുവെന്നും ഗാസയിലെ ജനങ്ങളെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ഒരു കൂട്ടം തോക്കുധാരികൾ അല്ലാഹു അക്ബർ വിളികളുടെ അകമ്പടികളോടെ പ്രതിജ്ഞയെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. دخلنا مسجد بني أمية منتقدين الروس ذليلين لله سبحانه وتعالى خاضعين له سبحانه وتعالى نقول أن من نصرنا هو الله وأن الله تعالى بقوته هو الذي نصر لا بقوتنا ولا بحولنا. هنا عقر دار الإسلام، هنا الشام، هنا عمر بن عبد العزيز، هنا أرض الإسلام، هنا دمشق، هنا فسطاط المسلمين، من هنا يا قدس من هنا قادمون يا قدس. صبرا يا أهل غزة، صبرا صبرا. تكبير الله أكبر. لبيك لبيك يا أقصى، لبيك 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 يا أقصى، لبيك 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 يا أقصى. سائرون على طريق محمد صلى الله عليه وسلم وعلى طريق الصحابة رضوان الله تعالى عليهم 13 عاما ظنوا أن النور الذي انطلق من هنا من أول مظاهرة من هنا من المسجد النبوي عندما خرجت صيحات الله أكبر الله أكبر ظنوا أن النور الذي انطلق من هنا من جامع بني أمية ظنوا أنه يخبو ولكن خسروا وخابوا. جاءوا بالميليشيات وجاءوا بروسيا ودعمتهم الدول ولكن قلنا هي لله هي لله. صبرنا، جلسنا تحت الخيام، جلسنا بين الطين، نمنا على التراب، يقيننا بالله أننا منصورون وأن الله منجز وحده. فدخلنا نطلع دمشق وندخل المسجد الأموي مكبرين مهللين وكذلك بإذن الله وكذلك المسجد الأقصى وكذلك مسجد محمد وكذلك الكعبة ندخلها بإذن الله مكبرين مهللين متعطعين الرؤوس ذليلين لك يا رب وانصرنا على القوم الكافرين والله أكبر.
കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നരനായാട്ടിന് ശേഷം ഉണ്ടായ യുദ്ധത്തിൽ പെട്ടുപോയ ഗാസയിലെ ജനങ്ങളെ സഹായിക്കുമെന്ന് അസാദിനെ അട്ടിമറിച്ചവരിൽ ചിലർ അന്നേ പ്രതിജ്ഞയെടുത്തിരുന്നു. ഭീകരന്മാർ മനസ്സിൽ കാണുന്നതിന് മുൻപേ തന്നെ കാര്യങ്ങൾ മരത്തിൽ കണ്ട ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിനായി കളത്തിൽ ഇറങ്ങുകയും വിമത ഭീകരന്മാർ ദമാസ്കസ് പിടിച്ച ഉടനെ ദമാസ്കസിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. രാസായുധശാലകൾ അടക്കം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിലെ ആയുധശാലകൾ ഇസ്രായേൽ തകർത്തതിനാൽ റിസർവായിട്ട് ഇറാൻ സിറിയയിൽ പണിത ആയുധപ്പുരകൾക്ക് കൂടി ഇസ്രായേൽ തീയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മുൻപ് ഹിസ്ബുള്ളകൾക്കെതിരായ ആക്രമണത്തിലും സിറിയയിലെ ഇറാനിയൻ ആയുധ ഫാക്ടറികളും ഇസ്രായേൽ ശിഥിലമാക്കിയിരുന്നു. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം മാത്രം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിൽ അഴിച്ചുവിട്ടത് 100-ൽ അധികം വ്യോമാക്രമണങ്ങളാണ്. ദമാസ്കസിലും ദാറയിലും ലതാക്കിയ ഹമ എന്നിവിടങ്ങളിലെല്ലാം സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രായേൽ നടത്തിയത് ശക്തമായ വ്യോമാക്രമണങ്ങളായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. UK ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടനയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങൾ എല്ലാം നിഗമനങ്ങൾക്കും അതീതമായതിനാൽ ഇതിന് ഒരു മറുവശം കൂടെ ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം ഹിസ്ബുള്ളകളെയും ഇറാനെയും സഹായിക്കുന്ന സിറിയൻ ഭരണകൂടത്തെ തകർക്കണമെന്ന് ഉള്ളത് ഇസ്രായേലിൻ്റെ അജണ്ടയായിരുന്നു. അത് തങ്ങൾ ചെയ്യാതെ വിമത ഭീകരർ ജുലാനിയും കൂട്ടരും വെടിപ്പായി ചെയ്തതിനാൽ ആ നേട്ടവും ഇസ്രായേലിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സിറിയയുടെ ആഭ്യന്തര കാര്യത്തിൽ തങ്ങൾ ഇടപെടുന്നില്ലെന്ന് ട്രംപ് പരസ്യമായി പ്രതികരിച്ചു എങ്കിലും അമേരിക്ക ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ എല്ലാം ലക്ഷ്യം വെച്ച് സിറിയയിൽ നടത്തിയത് ശക്തമായ വ്യോമാക്രമണം തന്നെയാണ്. ഈ നീക്കത്തിൽ ക്ഷീണമുണ്ടായിരിക്കുന്നത് ഇറാനും റഷ്യയ്ക്കും തന്നെയാണ്. അത്രയ്ക്ക് പ്രവചനാതീതമായ കരുനീക്കങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കളത്തിന് ഇരുവശത്തും ഇരിക്കുന്നത് നെതന്യാഹുവും ട്രംപുമാണ്.